നമ്മൾ സാധാരണ പറയും ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ക്ലർക്കാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു അഡ്വക്കേറ്റാണ്. പക്ഷെ എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ ശോഭിക്കാൻ പറ്റുന്നില്ല. ശോഭിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സാണ്. പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മനസ്സും ശരീരവും രണ്ട് സ്ഥലത്ത് നിൽക്കുകയാണ്. ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സൊരു ഭാഗത്ത് കിടക്കുന്നു, ശരീരം വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. മനസ്സ് എപ്പോഴും ഒരു ജയിലിലാണ്. മീൻസ് മനസ്സിന് ഒരിക്കലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ഭൗതികേതര കാര്യങ്ങളുമായിട്ടുള്ള സംഗതികളിൽ കെട്ടുപിണഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സ്. മനസ്സ് പറയാതെ ശരീരത്തിന് അനങ്ങാനും കഴിയില്ല. അപ്പോൾ നമ്മളെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ. മനസ്സും ശരീരവും തമ്മിലൊരു യുദ്ധത്തിലാണ്. മനസ്സ് ഫോഴ്സ്ഫുള്ളി നിങ്ങളോട് വെറുതെ ഇരിക്കാൻ പറയും. മനസ്സൊരിക്കലും നിങ്ങൾക്ക് സ്വസ്ഥത തരില്ല. നിങ്ങളുടെ ശരീരത്തിന് സ്വസ്ഥത തരില്ല. മനസ്സൊന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു സാധനം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ, ഒരു സംഗതി ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ മനസ്സ് പറയും അത് ചെയ്യേണ്ടെന്ന്. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കും ഒരു കാര്യം ചെയ്യണം, പക്ഷെ നമ്മൾ പറയും വേണ്ടാന്ന്. അതിന് പേരാണ് നമ്മൾ മടി. നമ്മൾ ഈ മടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ്. അപ്പം മനസ്സെപ്പോഴും ശരീരമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ മനസ്സിനെയും ശരീരത്തെയും കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഈസിയായ മാർഗമാണ് തൈച്ചി, ഏറ്റവും ഈസിയായ മാർഗമാണ് ചീക്കും, ഏറ്റവും ഈസിയായ മാർഗമാണ് യോഗ. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഇത് മൂന്നിനെയും, ഈ മൂന്ന് പ്രബലമായ, ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ ഈ പ്രബലമായ ഈ മൂന്ന് ആർട്ടിനെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കൂട്ടി യോജിച്ചപ്പോൾ യോജിക്കുക എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലാക്കണം. അതിൻ്റെ സൗന്ദര്യം ചോർന്നു പോവാതെ, അതിൻ്റെ മൂന്ന് കാര്യത്തിൻ്റെയും ക്രീമിനെ എടുത്തുകൊണ്ട് യോജിച്ചപ്പോഴാണ് നമുക്കിതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രചുര പ്രചാരം നേടിയത്, മൃതസഞ്ജീവനി ക്രിയ. ഈ മൂന്ന് കാര്യവും യോജിച്ചപ്പോൾ നിങ്ങളുടെ ശാരീരികവും മാനസികവും ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെ വളരെ കൃത്യതയോടെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ഈ 4 കാര്യത്തെയും ഒറ്റ രീതിയിൽ തന്നെ ഉയർത്താൻ പറ്റും നമുക്കിതിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള തായ്ച്ചി പഠിക്കണം എന്ന് പറഞ്ഞത്, ബേസിക് ആയിട്ടുള്ള ചീക്കിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്.